നമസ്കാരം, നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വമ്പൻ പ്രഖ്യാപനങ്ങളുമായി രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ ബജറ്റ്. ധനമന്ത്രി കെ.എൻ. ബാലഗോപാലാണ് ബജറ്റ് അവതരിപ്പിച്ചത്. അപകടത്തിൽപ്പെട്ടവർക്ക് ആദ്യ 5 ദിവസം സൌജന്യ ചികിത്സയടക്കമുള്ള പ്രഖ്യാപനങ്ങൾ, RRTS അതിവേഗ റെയിൽപാത തുടങ്ങിയവ ശ്രദ്ധ നേടുന്നവയാണ്. അപകടത്തിൽപ്പെട്ടവർക്ക് ആദ്യ 5 ദിവസം സൌജന്യ ചികിത്സയടക്കമുള്ള പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളത്. സർക്കാർ ആശുപത്രികളിലും തെരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലുമായിരിക്കും ഈ സൌകര്യം ഉണ്ടാകുക. സർക്കാർ ജീവനക്കാർക്കുള്ള മെഡിസെപ് ഇൻഷുറൻസ് പദ്ധതി കൂടുതൽ ആനുകൂല്യങ്ങളോടെ ഫെബ്രുവരി 1 മുതൽ നടപ്പാക്കും. തൊഴിലുറപ്പ് പദ്ധതിക്കായി 1000 കോടിയും വകയിരുത്തി. കേരളിന് പകരമായി RRTS അതിവേഗ റെയിൽപാതയും ബജറ്റിൽ ഇടം പിടിച്ചു. പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി വകയിരുത്തി. MC റോഡ് വികസനത്തിന് 5217 കോടി കിഫ്ബിയിൽ നിന്ന് വകയിരുത്തി. 1 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അപകട ഇൻഷുറൻസ് പ്രഖ്യാപിച്ചു. വർഷം 15 കോടി ഇതിനായി വേണ്ടിവരുമെന്നാണ് കരുതുന്നത്. ഈ തുക ബജറ്റിൽ വകയിരുത്തുകയാണെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. 1000 രൂപയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിക്കായി 3202 കോടി രൂപയും കണക്ട് ടു വർക്സിന് 400 കോടി രൂപയും മാറ്റിവെക്കും എന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചു. ക്ഷേമ പെൻഷനായി 14500 കോടി രൂപ മാറ്റിവെക്കും. അങ്കണവാടി ജീവനക്കാരുടെ വേതനം 1000 രൂപയും ഹെൽപ്പർമാരുടെ വേതനം 500 രൂപയും ആശാവർക്കർമാരുടെ വേതനം 1000 രൂപയും വർദ്ധിപ്പിക്കും. സാക്ഷരതാ പ്രേരക്മാരുടെ വേതനം 1000 രൂപ കൂട്ടി. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക പ്രശ്നം പരിഹരിക്കും. നികുതിദായകർക്ക് പുരസ്കാരം നൽകും. ഇതിനായി 5 കോടി രൂപ മാറ്റിവെക്കും. പുരസ്കാരത്തിന്റെ ഘടനയും സ്വഭാവവും പിന്നീട് തീരുമാനിക്കും. 5 വർഷത്തിനിടെ തനത് നികുതി വരുമാനം കൂടി. നികുതിദായകരെ ഭീഷണിപ്പെടുത്താതെ തന്നെ നികുതി പിരിവ് സാധ്യമാക്കി. സർക്കാർ ചെലവ് ചുരുക്കിയും തനത് വരുമാനം വർദ്ധിപ്പിച്ചും കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഞെരുക്കത്തെ കേരളം ഫലപ്രദമായി പ്രതിരോധിച്ചെന്നും ധനമന്ത്രി പറഞ്ഞു. പട്ടാമ്പി മണ്ഡലത്തിൽ മുഹമ്മദ് മുഹസിൻ MLA നേതൃത്വത്തിൽ ആരംഭിച്ച സമഗ്ര മാനസികാരോഗ്യ പദ്ധതിയുടെ സമ്പൂർണ്ണ റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിക്ക് സമർപ്പിച്ചു. സ്കൂൾ കേരളയുമായി സഹകരിച്ചായിരുന്നു റിപ്പോർട്ട് തയ്യാറാക്കിയത്. പട്ടാമ്പി മണ്ഡലത്തിൽ മുഹമ്മദ് മുഹസിൻ MLA നേതൃത്വത്തിലാണ് സമഗ്ര മാനസികാരോഗ്യ പദ്ധതിയായ മാനസമിത്രയ്ക്ക് തുടക്കം കുറിച്ചത്. സ്കൂൾ തലത്തിൽ 3 ഘട്ടങ്ങളിലായി നടപ്പാക്കാൻ കഴിയുന്ന സമഗ്ര മാനസികാരോഗ്യ പദ്ധതിയുടെ ആശയ രൂപരേഖ ഇംഹ്നാസ് കോഴിക്കോട് വിശകലനം ചെയ്ത സിലബസ്, 2 ദിവസത്തെ മാനസികാരോഗ്യ ശില്പശാല നടത്തുന്നതിനുള്ള വിശദമായ സിലബസ്, 6 മാസത്തെ മാനസികാരോഗ്യ കോഴ്സ് നടത്തുവാനുള്ള മൊഡ്യൂൾ, യൂത്ത് സമ്മിറ്റിനെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ഗവേഷണ ഡോക്യുമെന്റ്, ഈ കാലയളവിലെ ചിത്രങ്ങളും രേഖകളും ഉൾക്കൊള്ളുന്ന മാനസമിത്രയുടെ സമ്പൂർണ്ണ ഡോക്യുമെന്റാണ് തിരുവനന്തപുരത്ത് വെച്ച് ചേർന്ന ചടങ്ങിൽ മുഹമ്മദ് മുഹസിൻ MLA മന്ത്രി വി ശിവൻകുട്ടിക്ക് കൈമാറിയത്. പട്ടാമ്പി മണ്ഡലത്തെ വൈജ്ഞാനിക നിയോജകമണ്ഡലമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി മുഹമ്മദ് മുഹസിൻ MLA നിന്നത്വത്തിൽ 2024 ഒക്ടോബറിൽ യൂത്ത് സമ്മിറ്റ് സംഘടിപ്പിച്ചിരുന്നു. ഇതിൽ പങ്കെടുത്തവരിൽ സുപ്രധാന ആവശ്യമായിരുന്നു പ്രാപ്യവും നിലവാരവുമുള്ള മാനസികാരോഗ്യ പരിരക്ഷ. വളരെ ഗുരുതരമായ വെല്ലുവിളികളെ ശാസ്ത്രീയമായ നേരിടുന്നതാണ് പദ്ധതിയുടെ നിർമ്മാണം. 2024 പട്ടാമ്പി സർക്കിറ്റിൽ പങ്കെടുത്ത യുവാക്കളിൽ 69% മാനസികാരോഗ്യ ബന്ധത്തിന്റെ ആവശ്യകത ഉന്നയിച്ചിട്ടുണ്ടായി. ഇതിനടിസ്ഥാനത്തിൽ പൊതുജനസമൂഹത്തിലുള്ള സ്കൂൾ കേരള ദേശീയ അഭിവൃദ്ധി കോഴിക്കോട് യുവജനങ്ങൾ നേരിടുന്ന വർദ്ധിച്ചുവരുന്ന മാനസിക വെല്ലുവിളികൾ, അക്കാദമിക് സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം, ആത്മഹത്യ പ്രവണത തുടങ്ങി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും പിന്തുണയ്ക്കുന്ന ശാസ്ത്രീയവും സമകാലീനമായ ഒരു സമഗ്ര ആരോഗ്യ പദ്ധതിയെക്കുറിച്ച് മുഹമ്മദ് മുഹസിൻ MLA നിയമസഭയിലും സംസാരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു കർമ്മ പദ്ധതി സർക്കാർ നടപ്പാക്കുമെന്നും ഇതിലേക്ക് സമഗ്രമായ ഒരു പ്രപ്പോസൽ തയ്യാറാക്കി പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കൈമാറുവാനും MLA മുൻകൈയെടുക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചിരുന്നു. ഇതേ തുടർന്ന് നടപ്പാക്കിയ പ്രവർത്തനങ്ങളുടെ സമഗ്രമായ റിപ്പോർട്ടാണ് മന്ത്രിക്ക് കൈമാറിയത്. കേരളത്തിന് മാതൃകയാക്കാവുന്ന ഒരു സ്റ്റേറ്റ് ലെവൽ മെന്റൽ ഹെൽത്ത് സ്കൂൾ മോഡൽ സൃഷ്ടിക്കുക, സ്കൂളുകളെ ഇമോഷണലി സോഫ്റ്റായ ഇടങ്ങളാക്കി മാറ്റുക, കുട്ടികളിലെ ആത്മഹത്യാ പ്രവണത, ലഹരി ഉപയോഗം എന്നിവ തടയുക, മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക തുടങ്ങിയ നിർദ്ദേശങ്ങളും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചാലിശ്ശേരി സെന്ററിന് സമീപം ടിപ്പർ ലോറിയിലേക്ക് മിനി ലോറി നിയന്ത്രണം വിട്ടിടിച്ച് കയറി അപകടം. വ്യാഴാഴ്ച കാലത്ത് 7 മണിയോടെയായിരുന്നു അപകടം. ആർക്കും പരിക്കില്ല. കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടിപ്പർ ലോറിയിലേക്ക് കുന്നംകുളത്ത് നിന്ന് മത്സ്യം കയറ്റി തൃത്താല ഭാഗത്തേക്ക് വരികയായിരുന്ന മിനി ലോറി ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ലോറിയുടെ മുൻവശം തകർന്നു. പട്ടാമ്പി നഗരസഭയിൽ വേസ്റ്റ് പീക്കർ ആപ്പ് സർവേക്ക് തുടക്കമായി. നഗരസഭയിലെ മാലിന്യ ശേഖരണ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടിയാണ് സർവേ നടപ്പാക്കുന്നത്.
പട്ടാമ്പി നഗരസഭയിലെ മാലിന്യനിർമ്മാർജ്ജന രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന ഗ്രീൻ വേരിയൽസ് പദ്ധതിയുടെ ഭാഗമായാണ് ഹരിതകർമ്മസേന അംഗങ്ങളുടെയും മറ്റു ശുചീകരണ തൊഴിലാളികളുടെയും സർവേ ആരംഭിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായുള്ള ബേസ് സ്പീക്കർ മൊബൈൽ ആപ്പിന്റെ നഗരസഭാതല ഉദ്ഘാടനം ചെയർപേഴ്സൺ ടി പി ഷാജി നിർവഹിച്ചു. ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ആപ്പ് കൈമാറിക്കൊണ്ടായിരുന്നു ഉദ്ഘാടന കർമ്മം നടന്നത്. നഗരസഭയിലെ മാലിന്യ ശേഖരണ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ കൃത്യമായ വിവരശേഖരണത്തിലൂടെ അവർക്ക് ആവശ്യമായ ക്ഷേമ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നതിനുമായാണ് ഈ സർവേയിലൂടെ ലക്ഷ്യമിടുന്നത്. നഗരസഭാ കാര്യാലയത്തിൽ നടന്ന ചടങ്ങിൽ സെക്രട്ടറി ഇൻചാർജ് ഡി ബിജു അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ സ്വാമിനാഥൻ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, നഗരസഭാ ജീവനക്കാർ, ഹരിതകർമ്മസേന പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ 3 നോമ്പാചരണം നടന്നു. ബുധനാഴ്ച വൈകിട്ട് ദേവാലയത്തിൽ ഇടവക വികാരി ഫാദർ അബ്രഹാം യാക്കോബിന്റെ കാർമ്മികത്വത്തിൽ സന്ധ്യാ നമസ്കാരവും സ്ലീബ വണക്കവും ആശീർവാദവും ഉണ്ടായി. തുടർന്ന് വിശ്വാസികൾ വീടുകളിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന വിഭവങ്ങളുടെ ആശീർവാദത്തിന് ശേഷം കറി നേർച്ചയും ഭക്ഷണ വിതരണവും ഉണ്ടായി. വ്യാഴാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയോടെ 3 നോമ്പാചരണത്തിന് സമാപനമായി. പള്ളി ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നോമ്പാചരണത്തിന് നേതൃത്വം നൽകി. തൃത്താല കക്കാട്രി ഫെസ്റ്റ് വർണ്ണാഭമായ പരിപാടികളോടെ ആഘോഷിച്ചു. വാദ്യമേളങ്ങളും ഘോഷയാത്രകളും ആനകളും ഗാനമേളയുമെല്ലാം നാടിനെ ആവേശത്തിമിർപ്പിലാഴ്ത്തി. വിവിധ പ്രാദേശിക ആഘോഷ കമ്മിറ്റികളുടെ കീഴിൽ നിരവധി ഗജവീരന്മാർ അണിനിരന്ന ഘോഷയാത്ര ആഘോഷ പരിപാടികൾക്ക് മാറ്റേകി. ബാൻഡ് വാദ്യം ഉൾപ്പെടെയുള്ള വിവിധയിനം കലാപരിപാടികളും ഉണ്ടായിരുന്നു. വിളയൂർ പഞ്ചായത്തിൽ കൃഷി സമൃദ്ധി പദ്ധതി നടപ്പിലാക്കുന്നു. ഇതിന്റെ ഭാഗമായുള്ള ക്ലസ്റ്റർ രൂപീകരണ യോഗം പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് ഉദ്ഘാടനം ചെയ്തു. വിളയൂർ ഗ്രാമപഞ്ചായത്തിൽ കൃഷി സമൃദ്ധി പദ്ധതിക്കാണ് തുടക്കം കുറിക്കുന്നത്. പദ്ധതി വിശദീകരണവും ഹെഡ് റൈറ്റഡ് ക്ലസ്റ്റർ രൂപീകരണ യോഗവും ഇതിന്റെ ഭാഗമായി നടന്നു. സംസ്ഥാനത്തെ 107 പഞ്ചായത്തുകളിലാണ് കൃഷി സമൃദ്ധി പദ്ധതി നടപ്പാക്കുന്നത്. ക്ലസ്റ്റർ രൂപീകരണത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് നിർവഹിച്ചു. എല്ലാ കുടുംബങ്ങളിലും കൃഷി എന്നുള്ള ആ ഒരാശയം, അത് പച്ചക്കറിയായാലും ഏത് തരത്തിലുള്ള കൃഷിയായാലും കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിനാവശ്യമായ പദ്ധതികൾ നമ്മൾ കൃഷിയിലേക്ക് എന്നൊരു പദ്ധതിയാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. അതിൻ്റെ 2ാം ഘട്ടം എന്നുള്ള നിലയിലാണ് കൃഷി സമൃദ്ധി എന്ന പേരിൽ ഇത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് 25-26 എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് ആലോചിക്കുന്നതിനും അതിൻ്റെ ഒരു വിവരണം കർഷകരിലേക്ക് എത്തിക്കുന്ന ഒരാവശ്യത്തിലേക്കാണ് ഇപ്പോൾ യോഗം ചേർന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ഉദ്ഘാടനം നമുക്കെല്ലാവർക്കും അറിയോ അറിയില്ലേന്ന് അറിയില്ല. കേരളത്തിലാകെ 107 പഞ്ചായത്തുകളെയാണ് ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മുടെ ബ്ലോക്കിൽ ഒരു പഞ്ചായത്തിനെയാണ് തിരഞ്ഞെടുപ്പ്. ബ്ലോക്കിലെ നല്ല ഈ അടുത്ത പ്രദേശത്തിലുള്ള ബ്ലോക്കുകളിലൊക്കെ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുത്തത് വിളയൂർ പഞ്ചായത്താണ്. അപ്പോൾ കാർഷിക മേഖലയിലെ ഏറ്റവും ഉണർവുള്ള, ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന പഞ്ചായത്തുകളെയാണ് ഇതിനായി തിരഞ്ഞെടുക്കുന്നത് എന്നാണ് ഇതിൻ്റെ നോംസ് പറയുന്നത്. അതിലൊന്ന് വിളയൂർ പഞ്ചായത്താണ്. അപ്പം നമ്മളെ ഒരു കാലത്ത് എല്ലാ വീടുകളിലും
കൃഷി എന്നുള്ള ഒരു ആശയം നമുക്കൊക്കെ പഴയ കാലത്ത് ഉണ്ടായിരുന്നു. നമ്മളൊന്നും ഒരു ചെറിയ കൃഷിയെങ്കിലും ചെയ്യാത്ത ഒരു കുടുംബവും ഇല്ല. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുബഷിറ സാബിർ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വൃന്ദ, കൃഷി ഓഫീസർ അഷ്ജാൻ, വികസന കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ കണ്ടങ്കാവ്, ചൈതന്യ സുധീർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തിരുവേഗപ്പുറയിൽ മധ്യവയസ്കനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കിനാങ്ങാട്ടിരിയിൽ സൈദലവിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരുവേഗപ്പുറയിൽ മധ്യവയസ്കനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവേഗപ്പുറ ഞാവളുംകാട് കിനങ്ങാട്ടിൽ സൈദലവിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 60 വയസ്സാണ്. നരിപ്പറമ്പ് സ്കൂളിന് സമീപത്തെ പഴയ കെട്ടിടത്തിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വ്യാഴാഴ്ച രാവിലെ ഇതുവഴി യാത്ര ചെയ്ത യാത്രക്കാരാണ് ആദ്യം മൃതദേഹം കണ്ടത്. മരം വെട്ട് തൊഴിലാളിയാണ് മരിച്ച സൈദലവി. കൊപ്പം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ചാലശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിൽ KG കോൺവെക്കേഷനും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ആനി വിനു അധ്യക്ഷത വഹിച്ചു. തൃത്താല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ K പ്രസാദ്, തൃത്താല BPC P ദേവരാജ്, PTA പ്രസിഡന്റ് VS ശിവാസ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന റാങ്ക് നേടിയവർ, മെറിറ്റ് ഡേ അവാർഡ് ജേതാക്കൾ, ക്ലാസ് ടോപ്പർമാർ, ടാലന്റ് ടെസ്റ്റിൽ വിജയിച്ചവർ എന്നിവർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സമ്മാനങ്ങൾ നൽകി. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഉണ്ടായി. വിദ്യാർത്ഥികൾ നിർമ്മിച്ച ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങളുടെ വിതരണവും സംഘടിപ്പിച്ചിരുന്നു. വളർത്തുപട്ടി പാമ്പ് കടിയേറ്റ് ചത്തു. തിരച്ചിലിനൊടുവിൽ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയത് 7 അടി വലുപ്പമുള്ള മൂർഖൻ പാമ്പിനെ. കൂറ്റനാട് വട്ടനാട് സ്കൂളിന് സമീപത്തെ തൊഴുക്കാട്ട് വളപ്പിൽ മുരളീധരന്റെ വീട്ടുവളപ്പിൽ നിന്നാണ് മൂർഖനെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംഭവം. പട്ടിയുടെ മൂക്കിലും ചെവിയിലുമായിരുന്നു കടിയേറ്റത്. തുടർന്ന് പൊതുപ്രവർത്തകൻ രവി കുന്നത്ത്, ഫോറസ്റ്റ് റെസ്ക്യൂ വാച്ചർ സുധീഷ് കൂറ്റനാട് എന്നിവർ സ്ഥലത്തെത്തി. 1 മണിക്കൂറിലേറെ നീണ്ട തിരച്ചിലിനൊടുവിൽ വീട്ടുവളപ്പിൽ നിന്ന് മൂർഖനെ പിടികൂടി. പാമ്പിനെ പിന്നീട് ആളൊഴിഞ്ഞ വനമേഖലയിൽ തുറന്നുവിട്ടു. GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും കായിക പ്രതിഭകൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. ക്ലബ് ഹൗസിൽ നടന്ന ചടങ്ങിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ചാലുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി, വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ചാലുശ്ശേരി പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ക്ലബ് ഭാരവാഹികൾ ജനപ്രതിനിധികൾക്കുള്ള ആദരം നിർവഹിച്ചു. കായിക രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രതിഭകൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി, വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു എന്നിവർ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത്, സെക്രട്ടറി ജിജു ജേക്കബ്, ട്രഷറർ AM ഇക്ബാൽ എന്നിവർ ഉൾപ്പെടെയുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങൾ നേതൃത്വം നൽകി. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.